Hi, hello everyone. Welcome to a new episode of Scratch and Win. അങ്ങനെ ഭാഗ്യത്തിന്റെ വേദിയിൽ ഇതുവരെ പല കപ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെ അറിവും ഭാഗ്യവും സമന്വയിക്കുന്ന സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ വേദിയിൽ ഇന്ന് എത്തുന്നത് ഒരു നീണ്ട സൗഹൃദത്തിൽ ഒരുമിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ കരോന്തലിലെ ബ്ലൂ സെറിൻ റിസോർട്ടിലാണ്. സോ ഇവിടുത്തെ ചെയർമാനും MDയും കൂടിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് തങ്കപ്പൻ ആൻഡ് ജയറാം. നടനാണ്, ഒരു നടന്റെ പേരുള്ള ആൾ കൂടിയാണ് ഒപ്പം ചേരുന്നതെന്ന് കൂടിയുണ്ട്. സോ യെസ് പ്ലീസ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. സ്വന്തം തട്ടകത്തിലാണ് നിൽക്കുന്നത് അല്ലെ. അതിന്റെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പറയും ഈ ക്രിക്കറ്റ് മാച്ചിലാണെങ്കിലും ഫുട്ബോൾ ഏത് മാച്ചസിലാണെങ്കിലും നമ്മൾ ഹോം ഗ്രൗണ്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് കുറച്ചുകൂടെ കൂടും അല്ലെ. പോവാതിരിക്കണം. അപ്പോ നമുക്ക് ഇന്ന് ഹോം ഗ്രൗണ്ട് ആണ്, നമ്മുടെ സ്വന്തം തട്ടകത്തിലാണ് അല്ലെ. കാരണം നമ്മൾ ചെയർമാനും MD ആയിട്ട് ഇരിക്കുന്നത് ബ്ലൂ സെറിനിലാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്ലസ് സന്തോഷം കൂടി ഉണ്ട് അല്ലെ. ശരിക്കും എത്ര വർഷമായി ശരിക്കും ഈ സൗഹൃദം വരുന്നത്? ഈ റിസോർട്ടിലൂടെ തന്നെയായിരുന്നു, അതിന് മുമ്പ് ഉണ്ടായിരുന്നോ? റിസോർട്ടിലൂടെ തന്നെയാണ് ആണ്. അതിൽ പിന്നീട് അവിടെ അങ്ങോട്ട് അത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് നമ്മൾ വന്നു. നമ്മൾ 2020 നമ്മൾ തുടങ്ങിയെങ്കിലും ഈ 2 കൊല്ലമായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് അറിയുന്നത്. എന്നെക്കാളും ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് പുള്ളി ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചു എന്നുള്ളത്. അടിപൊളി. അതായത് 20 വർഷത്തെ ഗ്യാപ്പ് നിങ്ങൾ തമ്മിലുണ്ട്. എഞ്ചിനീയേഴ്സ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഹോട്ടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ചില നിമിത്തങ്ങളും അല്ലെ ചില വിധികളും ഉണ്ട് എന്നുള്ള പറഞ്ഞ പോലെ. ആൻഡ് ഇന്ന് നിങ്ങൾ അത്രത്തോളം സൗഹൃദത്തിൽ ഒരു പരിചയം വരുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം ഇതുവരെ ഇതേ വേദിയിൽ ഈ ഭാഗ്യം പരീക്ഷിക്കാനാണെങ്കിലും മത്സരവേദിയിലും വന്നത് കപ്പിൾസ് ആണ് കൂടുതലും. ഇവിടെ വന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മത്സരിക്കാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പ്രവർത്തന മണ്ഡലത്തിൽ ഒരുമിച്ച് കൂടിയാണ് എന്നെങ്കിൽ പോലും ഒരു സൗഹൃദം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, സുഹൃത്തുക്കൾ വരുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്ഥാനങ്ങളിൽ നിന്നോളൂ. താങ്ക് യു. അപ്പൊ എന്തായാലും സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരാൾ എനിക്കൊന്ന് പേരുകൊണ്ട് തന്നെ ഒരു ജയറാമാണ് അല്ലെ, ഒരാൾ അഭിനയം കൊണ്ടുണ്ട്. എനിക്കൊരു ബന്ധമില്ല, സിനിമകളായിട്ടില്ലേ? ഉണ്ട്, ലൈഫും സിനിമയും കൂടെ ബന്ധമുണ്ട്, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ. പക്ഷെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കാണാറുണ്ട്. ചെയ്യുന്നതും കാണുന്നതും വ്യത്യാസമുണ്ട്. അഭിനയം കൂടി ഉണ്ട് ഇല്ലേ? ചെറുതായിട്ട്. ഓക്കെ. ഭയങ്കരമായിട്ട് എളിമ വല്ലാതെ കൂടിയിട്ടുണ്ട്. ചെയർമാനായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണോ? ഏതൊക്കെ സിനിമകൾ ചെയ്തു? ഞാൻ ആദ്യം പ്രജാപതി സിനിമയിലുണ്ടായിരുന്നു, പിന്നെ നസ്രാണി സിനിമയിലുണ്ടായിരുന്നു. ചെറിയ റോളാണ് എങ്കിൽ തന്നെയും അതൊരു നിമിത്തം പോലെ വന്നു. പിന്നെ ഒരു ഓണപ്പൂന്നിലാവുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കായംകുളം കൊച്ചുണ്ണി എപ്പിസോഡ്, കുറേ നീണ്ട എപ്പിസോഡ്, 2 എപ്പിസോഡിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ചെറിയ റോൾസാണ് കേട്ടോ. അടിപൊളി. അപ്പൊ എന്തായാലും ആ യാത്ര എത്തി നിൽക്കുന്നത് സൂര്യ കോമഡിയുടെ സ്ക്രാച്ച് ആൻഡ് വിന്നിലാണ് എന്നുള്ള സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. അതെ, സ്ക്രാച്ചും വേണം, വിന്നും വേണം. അപ്പൊ എന്തായാലും ഒരു സന്തോഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ 3 റൗണ്ടുകൾ, ആ 3 റൗണ്ടുകളും പോകുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സംസാരങ്ങൾ വിശേഷം കുറെ പോവേണ്ടതുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് അങ്ങ് പോയാലോ? റെഡി? സോ ഫസ്റ്റ് റൗണ്ട്, നിങ്ങളുടെ സൗഹൃദം ഒരുമിച്ചത് ഇവിടെ ആയതുകൊണ്ട് തന്നെ, ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് മേഖലയിലായതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം എനിക്ക് ഒന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് ഭയങ്കര ഈസി ആക്കാൻ വരണം, ആവശ്യകതയുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭാഗ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിവിന്റെ അല്ലെ അളവ് നമ്മൾ അളക്കും. ഓക്കെ, റെഡി? സോ ഇതിൽ നിന്ന് ഞാൻ ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരു 15 കാർഡ്സ് നിങ്ങൾക്ക് തരും. ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്തിട്ട് ടേബിളിൽ വെക്കാം. അതിനുശേഷം എൻ്റെ ചോദ്യത്തിലോട്ട് പോകും. ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോകും. ഉത്തരം പറഞ്ഞ ശേഷം മാത്രം ഇത് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര എമൗണ്ട് ഇരിക്കുന്നു എന്നുള്ളത്, നമ്മൾ എത്രത്തോളം ഭാഗ്യം കാണുന്നു എന്നുള്ളത് അവിടെയാണ് നോക്കുക. റെഡി? സ്വർണം എടുത്തോളൂ. കിട്ടുന്നത് എന്തോ പാതി ഇവിടെ ഇരുന്നോട്ടെ അല്ലെ. ഞാൻ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോയിനും കൂടെ ഒപ്പം തരാം. ഇതും ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ. സോ ബാക്കി ആർട്സ് ഒക്കെ ഉണ്ട്. ഇത് പോകുന്ന റൗണ്ടുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സമയം കൂടിയാണ്. ഫസ്റ്റ് റൗണ്ടിൽ പോകാം അല്ലേ? അപ്പോൾ ഭാഗ്യം അവിടെ ഉണ്ട്. അറിവ് പരീക്ഷിക്കാനുള്ളത് എനിക്കൊന്ന് കുറച്ചുകൂടിയും ഈ മേഖല
ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഹോട്ടൽ പ്രമേയമായിട്ട് കുറെ അധികം സിനിമകൾ വന്നിട്ടുണ്ട്. സോ 30 സെക്കൻഡ് സമയം തരും. ആ 30 സെക്കൻഡ്സിനുള്ളിൽ പറയേണ്ടത് 5 ഹോട്ടൽ പ്രമേയമായിട്ട് വന്നിട്ടുള്ള സിനിമകളാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു പേരെങ്കിലും പെട്ടെന്ന് ഉടനെ പറയേണ്ടത്. ഓക്കെ, യെസ്. മൂന്നെണ്ണം കൂടി. കമ്മത്ത്, യെസ്. ഹോട്ടലിൽ വരുമ്പോൾ നമുക്ക് ചിത്രം കൂടി തന്നെയാണ് പിന്നെയും പിടിച്ചിരിക്കുന്നത്. 2 കൂടെ. സ്പാനിഷ് മസാല, റൈറ്റ് ആൻസർ. ഒന്നുകൂടെ. റൈറ്റ് ആൻസർ. അതുകൊണ്ടാണ് തുടക്കത്തിലേക്ക് പറഞ്ഞ ഹോട്ടലിൽ തന്നെ ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന കുറെ അധികം സിനിമാ പേരുണ്ട്. ആ പേരിനൊപ്പം തന്നെ ഉള്ളത് ഇത് ഒന്ന് ആലോചിക്കൊക്കെ എത്രയും സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ഹോട്ടലായിട്ട് കൂടെ ബന്ധപ്പെട്ട മേഖലകളിലെ ഞാൻ പറഞ്ഞില്ലെന്നെങ്കിൽ കാണുന്നവർ അല്ലേ എന്ത് വിചാരിക്കും അല്ലെ. കുറെ പേരുകളുണ്ട്, കുറച്ചൊന്ന് നമുക്ക് വിശേഷങ്ങൾ അധികം ഉണ്ടാകുമ്പോൾ പറയാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന പറഞ്ഞ പോലെ 30 സെക്കൻഡ്സിനുള്ളിൽ 5 പേരുകൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. റെഡി? അപ്പോ അറിവിന്റെ ഭാഗം പൂർണ്ണമായി. 2 ഭാഗമാണ്. അടുത്ത ഭാഗം നമുക്ക് ഭാഗ്യത്രത്തോളം ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കണ്ടേ? വേണം. അപ്പൊ ഞാൻ അടുത്തോട്ട് വരാം. സ്ക്രാച്ച് ചെയ്തോളൂ. അത് മേലോട്ട് കൂടെ നോക്കണം എന്താണെന്നുള്ളത്. ഓൾ ഗോൺ ആണോ ഹാഫ് ഗോൺ ആണോ എന്നുള്ളത്. യെസ്, ഫൈനലി കിട്ടിയിരിക്കുന്നത് ഓൾ ഗോൺ ആണ്. ഇപ്പം ചില നിർഭാഗ്യങ്ങള് ഭാഗ്യമായിട്ട് മാറാന്ന് പറയാറില്ലേ, അതിന്റെ അക്ഷരാർത്ഥത്തിൽ അതാണ് സംഭവിച്ചുള്ളത്. കിട്ടിയുള്ളത് ഓൾ ഗോൺ ആണ്. പക്ഷെ ഈ ഓൾ ഗോൺ ഇടയ്ക്ക് വെച്ചാണ് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ള പേയ്മെന്റ് എല്ലാം പോകും. ഇതിപ്പോ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയോണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോകാനൊന്നുമില്ല. മറ്റേ പോലെ ഇനിയില്ല, ഇനി അതിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. സോ അതിനൊരു കൺഗ്രാറ്റ്സ് ഇരിക്കട്ടെ. ചിലതൊക്കെ കിട്ടാതിരിക്കുന്നവരും അല്ലെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഗ്രാറ്റ്സ് കൂടെ പറഞ്ഞേക്കും. യെസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് തുടക്കം തന്നെ എന്തായാലും സോൾട്ടി ആണ് അല്ലെങ്കിൽ സ്പൈസ് ആണ്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ സ്വീറ്റും ആണ്. അതൊന്നും നഷ്ടപ്പെടാത്തതിന്റെ ഒരു മധുരം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലെ അടുത്ത ചോദ്യം തരട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലുള്ള ഭാഗ്യം കൂടി ഒപ്പം നമുക്ക് കാർഡ് കയ്യിൽ വെച്ചോളൂ. മാറി പരീക്ഷിക്കാം. ഓക്കെ, മലയാളം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിലെ അടുത്ത ചോദ്യം ലാലേട്ടൻ ശോഭന കോംബോയിൽ വന്നിട്ടുള്ള 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏപ്രിൽ 18 എത്രയോ സിനിമകൾ, 40 സിനിമകളാണ് ഏകദേശം രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. യെസ്, റൈറ്റ് ആൻസർ. തുടരും. യെസ്, തരുൺമൂർത്തി ചിത്രം. 2 ഹിറ്റ് ചിത്രങ്ങളാണ്. ഇനിയും ഒരുമിച്ച് വന്ന സമയത്ത് റൈറ്റ് ആൻസർ. പെട്ടെന്ന് വരണം, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടുപേരും ഒരുമിച്ച് ക്ലാഷ് ആയി. പറയൂ. മിന്നാരം, റൈറ്റ് ആൻസർ. പവിത്രം, റൈറ്റ് ആൻസർ. എനിക്കൊന്നു ചേട്ടച്ചനായിട്ട് ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് പവിത്രം. അപ്പൊ എന്തായാലും അടുത്ത കാർഡ് കൂടെ സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓൾറെഡി ഓൾ ഗോൺ പോയതുകൊണ്ട് തന്നെ മുഴുവൻ നഷ്ടപ്പെടാനുള്ള അവസരമില്ല. പക്ഷെ എങ്കിൽ പോലും പകുതി നഷ്ടപ്പെടുമോ വീണ്ടെടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, എന്തായാലും എത്ര ഒക്കെ ഉണ്ട്? 3 4 2 3 വരെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് എപ്പുറത്തേക്ക് അക്കങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി കുറച്ച് അക്കങ്ങൾ കൂടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിലെ ആദ്യത്തെ ഓൾ ഗോണിൽ പോയപ്പോ അതിൽ രണ്ടാമത്തെ ചോദ്യം നമുക്ക് കിട്ടിയത് 150 അല്ലെ. 150 രൂപ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 150 രൂപയാണ്. ഇത് അപ്പോ ഇത് കൂടാനുള്ള അവസരങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നമ്മള് റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. തുടക്കം ഗംഭീരാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും. നമ്മൾ നേടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇനിയും കുറെ നേടാനുള്ള റൗണ്ടിലേക്ക് നമ്മൾ പോകാനുണ്ട്. അതുപോലെ തന്നെ കുറെ അധികം വിശേഷങ്ങൾ രണ്ടുപേരും കൂടി അറിയാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 2 ചോദ്യങ്ങളിൽ നിന്നായി 150 രൂപ നേടി നിൽക്കുകയാണ് സൗഹൃദ കൂട്ടം. സോ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ സൗഹൃദം എല്ലാം ഒന്ന് 2 ആക്കാൻ പോവാണ്. 2 പേരെയും ഞാൻ സ്പ്ലിറ്റ് ആക്കാൻ പോവാണ്. ഒരാൾ എൻ്റെ അടുത്തോട്ട് വരണം. ആൻഡ് സെക്കൻഡ് റൗണ്ടിലോട്ട് വരുമ്പോൾ 30 സെക്കൻഡ്സ് എന്നുള്ളത് 60 സെക്കൻഡ്സ് 1 മിനിറ്റ് ആണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. സോ റെഡി? അപ്പോൾ 2 പേര് ഒരാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേക്കാൾ മുമ്പ് ഉത്തരം പറഞ്ഞാൽ സ്ക്രാച്ച് ചെയ്യാനുള്ള കാർഡ് ഞാൻ തരട്ടെ. കാർഡിലാണ് കാര്യം അല്ലേ? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സാർ എടുക്കാം.
സാറിന് 300 ആക്കിക്കോളൂ. ഇതാണല്ലേ 300 3000 ഒക്കെ ആവട്ടെ എന്ന് പ്രവർത്തിക്കും. 3 വിളിക്കല്ലേ? 3 കൂടുതൽ ഉണ്ടാവും വഴിയില്ല. തീർച്ചയായിട്ടും 3 4 5 ആക്കിയിട്ട് പോകും. ഓക്കെ, യെസ്. അപ്പൊ ഇനി ആരാണ് ആദ്യം എന്റെ അടുത്തോട്ട് വരുന്നത്? എന്റെ പക്കൽ വരുവിൻ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരുമെന്ന് പറഞ്ഞു. ആ ഒരു സ്നേഹം കണ്ടപ്പോഴും എന്നേക്ക് വേണ്ടി പോകരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനൊരു മൂവി ഡയലോഗ് തരും. ഓക്കെ, ഈ ഡയലോഗ് വായിക്കണം. ആ ഡയലോഗിന്റെ മുകളിലുള്ള സിനിമ പേരല്ല ഇത് വായിക്കുന്നത്, ആ മൂവി ഡയലോഗ് മാത്രമായിരിക്കണം. ഓക്കെ, ആ ഡയലോഗ് കേട്ട് മൂവി ഏതാന്ന് ഗസ് ചെയ്യണം. റെഡി? സാറിന്റെ ടൈം ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരവെട്ടുകാരനായിരുന്നു. എൻ്റെ അപ്പൻ കണ്ണ് മുൻപിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സായിപ്പിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കി. എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ എനിക്ക് 9 വയസ്സ്. കഴുമരത്തിൽ നിന്ന് അപ്പൻ്റെ ശവമിറക്കി മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ് കൂടിയാണ്. ഇങ്ങനെ കയ്യിലൊട്ട് വാങ്ങുമ്പോൾ അന്ന് എൻ്റെ 10 മേത്തയെ പിറന്നാളാണ്. 10ാമത്തെ. ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. നമ്മൾ കുറെ വട്ടം കണ്ടിട്ടുള്ള സിനിമ കൂടിയാണ്. ലേലമാണ് സിനിമ. ഉറപ്പാണോ? എങ്കിലാ പറഞ്ഞ ആരായിരിക്കും? സുരേഷ് ഗോപി അല്ല പറഞ്ഞത്. അല്ല, ആരാ പറഞ്ഞിട്ടുണ്ടാവും? അപ്പൊ സുരേഷ് ഗോപിയുടെ അപ്പനായിട്ട് അഭിനയിച്ച ഒരാളായിരുന്നു. സോമനാണ്. ആണോ? ഉറപ്പാണോ? സോമനാണോ? ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ റൈറ്റ് ആൻസർ. സെക്കൻഡ് റൗണ്ടിലെ അറ്റംപ്റ്റ് അത് സക്സസ്ഫുള്ളി അല്ലെ ശരിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ക്രാച്ച് ചെയ്താലോ? ഞാൻ ഡയലോഗ് വായിക്കുമ്പോൾ ഒരു ക്ലൂ പോലും തന്നില്ല. ഡയലോഗ് വായിക്കും ക്ലൂ തരാൻ പാടില്ല. ഇതിൽ സൗഹൃദത്തിന്റെ മേമ്പോടുകളൊന്നും തന്നെ ഇല്ല. 2000 3 മാത്രം വരെ ഉള്ളൂ എന്ന് പറഞ്ഞാണ് നേരത്തെ ജയറാം സാറ്. പക്കങ്ങൾ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ തങ്കപ്പ സാറിന്റെ മുഖത്ത് സന്തോഷം വന്നു തുടങ്ങിയിട്ട് തക്കങ്ങൾ തെളിഞ്ഞപ്പോ. യെസ്, എത്രയാണ്? 2000. ആരിവിടെ 3 മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. ആരായിരുന്നു? സെക്കൻഡ് റൗണ്ടില് അല്ലെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2000 rupees ആണ് 2000 രൂപ നേടിയിരിക്കുന്നത്. അപ്പൊ 2150 രൂപ അല്ലെ. നമ്മൾ 2ാം റൗണ്ട് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോയിട്ടുള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റ് നടന്നിട്ടുള്ളൂ അപ്പോഴേക്കും. സോ കൺഗ്രാറ്റുലേഷൻസ്. അത് കലക്കി. ഇത് പോവാതിരിക്കട്ടെ. 150 2000 കൂടി ചേർന്നിരിക്കട്ടെ. ഓൾ ഗോൺ മാറിയിരിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത റൗണ്ടിലേക്ക് ഇനി തങ്കപ്പ സാർ ഇങ്ങോട്ട് വരണം. അപ്പൊ തങ്കപ്പ സാർ ഇവിടെ വന്നിട്ട് ഞാൻ കാർഡ് തരണോ, അതവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടി കാർഡ് എടുക്കണോ? എന്താ വേണ്ടേ? കാർഡ് ഒരുമിച്ചെടുക്കാം. അതാണ് അതിന്റെ ഒരു സുഖം അല്ലേ? യെസ്. കാനൊക്കെ നോക്കിയിട്ട് എടുക്കണേ. ഇനി അടുത്തത് 5000 ആവട്ടെ എന്നുള്ള രീതിയിൽ കാനൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ കാർഡ് അവിടെ വെച്ചോ. തങ്കപ്പ സാർ എന്റെ അടുത്തോട്ട് പോരെ. ഇനി നമ്മള് ഉള്ളിലെ ആ ഒരു ചെയർമാൻ്റെ ഉള്ളിലെ കലാകാരനെ ആർട്ടിസ്റ്റ് നമ്മൾ അറിയാനുള്ള സമയം കൂടിയാണ്. ഇവിടെ വരും നമുക്ക് ഉള്ളിലെ ആക്ടറൊക്കെ ഇനി വരും. കാരണം ഡയലോഗ് മാത്രമല്ല, ആ ഡയലോഗിന്റെ വോയിസ് മോഡുലേഷനിലും ഉള്ളിലൊരു ആക്ടറിന്റെ പരകായ പ്രവേശമൊക്കെ ഇനി കാണാനുള്ള സമയം കൂടിയാണ്. സോ തരട്ടെ കാർഡ്? ഓക്കെ, വായിച്ചോളൂ. റെഡി ആണെങ്കിൽ സമയം തരാം. ടൈം സ്റ്റാർട്ട്സ് നൗ. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശൂർപ്പേരു പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. പുത്ര പറയൂ. തൃശ്ശൂരിന്റെ സ്വന്തം അല്ലേ? അതെ, പടമാണ്. തൃശ്ശൂരിന്റെ മണ്ണിലാണ് നിൽക്കുന്നത്. മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ആണെന്നുള്ളത് പറഞ്ഞു. അതെ, സിനിമ കൂടി പറയും. സിനിമയും കൂടിയാണ് നമ്മുടെ മൂവിയാണ്. ഒരു മാറ്റം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ മാറ്റത്തിന് വേണ്ടി ആണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. ഓക്കെ, വോട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഒരു ഇലക്ഷൻ പ്രചാരണമാണ്. ഒരു കാൻഡിഡേറ്റ് വന്ന് സംസാരിക്കുന്ന ഒരു വേദി കൂടിയായിരിക്കും. ആലോചിക്കുക. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെല്ലെ നമ്മളിപ്പോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഗസ് ചെയ്തോളൂ. നല്ല തൃശ്ശൂർ സ്ലാങ് സംസാരിച്ചിട്ടുള്ള സിനിമ കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടൻ ഉണ്ട് സിനിമയിലെ പ്രധാന വേഷത്തിലെ. കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. സോ 5 4 3 2 1. അവിടെ നിന്നിരുന്നു പറഞ്ഞിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. തള്ളരുത്.
പ്രാഞ്ചേട്ടൻ എന്നുള്ളത് അറിയാം. അതാണ് എനിക്ക് വായിച്ചപ്പോഴേ മനസ്സിലായത് പ്രാഞ്ചേട്ടൻ. കാരണം അത്രയും ഫേമസ് ഡയലോഗാണ് അല്ലെ. അത് കുഴപ്പമില്ല അല്ലെ, നമുക്ക് 2000 അടിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല. എന്നൊക്കെ പറയുമ്പോ ഈ മുഖഭാവം ഇത് ചേരുന്നില്ല. അത് ഉറക്കണോ? അതെ, ഇനി അവിടെ ഉറക്കാൻ പറ്റില്ല. നമുക്ക് ഇനി ഒരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ആ കാർഡ് അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ ആ കാർഡ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഇപ്പൊ ഈ കാർഡിൽ ഭാഗ്യമില്ല ഈ റൗണ്ടിൽ, അതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്ത് നേടാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ ആ കാർഡ് ഉപേക്ഷിക്കാം, കുറച്ച് നോക്കിയിട്ട് കളയാൻ പറ്റും. ഇനി അതല്ല, കാർഡ് ചിലപ്പോൾ കുറച്ച് വലിയ എമൗണ്ട് ആണെന്നുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് റൗണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഈ കാർഡ് തരുന്നതിന് പകരം ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. സോ എന്ത് വേണം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഒരു ഓപ്ഷൻ ഞാൻ തരാം. കാർഡ് ഉറച്ചു നോക്കിയിട്ട് പറയാം. ഉറച്ചു നോക്കിയിട്ടില്ല, വെറുതെ അല്ല ഇവിടെ വരെ എത്തിയല്ലേ, കാഞ്ഞ ബുദ്ധിയാ. കാർഡ് കീപ്പ് ചെയ്യാം അല്ലെ, അതിൽ വിശ്വാസമുണ്ട്. നമ്മൾ അറ്റംപ്റ്റില് കിട്ടിയ കാർഡിനെ കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ അവിടെ നിന്നോളൂ. യെസ്, അവിടെ പോയി നിന്നോളൂ. കാർഡ് ഉറയ്ക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഭംഗിയുള്ള രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോഴും 2750 രൂപയിലൂടെ വിജയശ്രീ ലാളിതരായിട്ട് രണ്ടുപേരും നിൽക്കുകയാണ്. സോ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകണം. അടുത്ത മത്സര പോരാട്ടം എനിക്കൊന്ന് ഫൈനൽ റൗണ്ടില് കുറച്ചുകൂടി ഇത് ഇരട്ടിക്കാൻ പറ്റുമോ, എമൗണ്ട് കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഹാഫ് ഗോൺ ഓൾ ഗോൺ പോയതുകൊണ്ട് അത് പോകാനുള്ള സാധ്യതയില്ല. പോകാൻ നമുക്ക് കണ്ടറിയാം. പക്ഷെ അതിന് മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ 2 റൗണ്ട് കഴിയുമ്പോൾ 2150 രൂപയായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബോർഡ് കണ്ടിട്ടൊക്കെ എന്ത് തോന്നുന്നു? അതല്ല, സാർ അവിടെ ആക്കി ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുക. വരയ്ക്കാനുള്ള അവസരം അപ്പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് ഒരാൾക്കല്ല 2 ആൾക്കും വരയ്ക്കാനുള്ള അവസരം തരും എന്നുള്ളതാണ്. അതെ, നമ്മൾ ഈക്വൽ ആയിട്ടാണ് പരിഗണിക്കുള്ളൂ. പരിഗണികൾ 2 പേർക്കുണ്ടാവും ഒരേപോലെ. റെഡി? സോ നമ്മുടെ ഈ റൗണ്ട് ആ സിനിമയുടെ പേരെന്താണോ ആ പേര് അതേപോലെ ഇവിടെ എഴുതാതെ വരച്ച് കാണിക്കും. അപ്പൊ ആ വരയിൽ നിന്ന് 1 മിനിറ്റിനുള്ളിൽ ഏതാണ് മൂവി ഗസ് ചെയ്യണം. ഓക്കെ, സോ ആരാണ് ആദ്യം വരാൻ പോകുന്നത്? വരയ്ക്കാൻ മിടുക്കൻ ആണ്. അപ്പൊ വരയ്ക്കാൻ മിടുക്കനായിട്ടുള്ള ആൾ തന്നെ ജയറാം സാർ വരും. വായിക്കണ്ടവർക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. വേറെ കാണിച്ചു കൊടുത്തേക്കുന്നല്ലേ, വരയ്ക്കണം അല്ലെ. വളരെ സിമ്പിൾ ആണ് ജയറാം സാർ അല്ലെ. റെഡിയാണോ? റെഡിയാണ്. ജയറാം സാർ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തോ ഒന്ന് മുന്നിൽ കണ്ട് ഭയങ്കര കാര്യമായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധിപരമായി നീക്കാണ്. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ചട്ടീന്ന് പപ്പടത്തിൽ വറുത്തിട്ട് മേലെ പോറിന് ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? പക്ഷെ ആ ഐഡിയ ആക്ച്വലി നല്ലതാണ്. അത് മൂവി ഏതാന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഐഡിയനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വേറെ അതിന്റെ ഒന്നുകൂടി ആ മൂവിയിൽ എന്തെങ്കിലും ക്യാരക്ടറോ മൂവിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയുടെ പേരല്ലേ? ആ സിനിമയുടെ പേരായിരിക്കും. ഇതെന്താ താഴത്തെ വട്ടം എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറയാൻ പറ്റില്ല, ഉദ്ദേശങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഊഹിച്ചെടുക്കണം. ജയറാം സാറും കിട്ടിത്തരും. നമ്മളത് മരുഭൂമിയൊക്കെ മാറ്റി കളഞ്ഞു. ഓക്കെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാന കൗണ്ടൗണിലേക്ക് പോകാൻ ഇനി അധികം സമയമില്ല. കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ. സോ 5 4 3 2 ശരിക്കും കൗണ്ടൗൺ തുടങ്ങിയ സമയത്ത് ഒപ്പം നിന്ന് ആവണ്. ടൈം തീരുമ്പോ ബോർഡിൽ ഒന്നുമില്ല. ഇത് എന്താ ചോദിക്കൂ, എന്താ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് എന്ന് എനിക്ക് പ്രതീക്ഷ തന്ന്. പക്ഷെ തുടക്കം നല്ലതായിരുന്നു. ഏതായിരുന്നു സിനിമ ജയറാം സാർ? തളികയായിരുന്നു വരച്ചേർന്നേ. പറക്കണന്റെ ചിറക് വരെ വരച്ചു. പക്ഷെ ഇവിടെ രക്ഷയില്ല അല്ലെ. അപ്പൊ ഇനി സാറിന് ഇവിടെ പോയി നമുക്ക് തിരിച്ചു പിടിക്കണം. ആ കാർഡ് രണ്ടാമത്തെ റൗണ്ടായി. ഇനി ആ കാർഡ് ഭാഗ്യമില്ല എന്നുള്ളതാണ് വിശ്വാസം ഉണ്ടെങ്കിൽ വേണേ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കളയാം. അടുത്ത കാർഡ് എടുക്കാം. അല്ലെങ്കിൽ ആ കാർഡ് കീപ്പ് ചെയ്യണം. കാർഡ് തന്നെ മതി. വിശ്വാസം ഉണ്ടല്ലോ. ഈ വിശ്വാസം ഈ റൗണ്ട് കഴിഞ്ഞിട്ട് ഇനി 4 എപ്പിസോഡ് കഴിഞ്ഞാൽ ആ കാർഡ് ഞാൻ മാറ്റില്ല അല്ലേ? അല്ല, നമ്മുടെ പ്രശ്നമാണ്. ആ തുറന്ന് സമ്മതിക്കാനുള്ള മനസ്സുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാന് തരട്ടെ. ഓക്കെ, പറ്റിയ പേരാ അല്ലെ. നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി നെയിമാണ്. റൈറ്റ് അല്ലേ? ജയറാം സാർ റെഡി അല്ലേ? സോ സാർ തുടങ്ങുകയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. വരട്ടെ. ഉള്ളിന്ന് വരുന്നുണ്ട്. കവി എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്.
അറിയില്ല. കയ്യോട് കാണിക്കാൻ തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലൂ തരാം. സാറിന്റെ പേരെന്താണോ ആൾ അഭിനയിച്ച സിനിമയാണ്. വേറെ എന്തോ കിട്ടിയിട്ടുണ്ട്, പക്ഷെ സമയം ഓൾറെഡി പകുതി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിൽ അച്ഛൻ അല്ലെങ്കിൽ ചേട്ടൻ. ആ, അച്ഛൻ ഉറങ്ങാത്ത വീടാവോ? അച്ഛൻ ഉറങ്ങാത്ത വീടാവില്ലേ? ഇല്ല. ആ, അച്ഛനാണോ ചേട്ടനാണോ? ചേട്ടനാണ്. ഓക്കെ. പിന്നെ താഴെ എന്തപ്പോ? താഴെ ഇപ്പൊ അനിയന. ചേട്ടനാണെങ്കിൽ അനിയനാവുന്നില്ലല്ലോ, അനിയത്തിയാവാം, വേറൊക്കെ ആവാം. ചേട്ടൻ സ്വന്തം പേരിലുള്ള നടൻ അഭിനയിച്ച സിനിമ കൂടിയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ആ, ചേട്ടൻ ബാ, ആ, അനിയൻ ബാ, അങ്ങനെ സിനിമ ഉണ്ടോ? അങ്ങനെ ഒരു സിനിമയില്ലേ? അതാണോ ഓർഡർ? കറക്റ്റ് ഒന്ന് ആലോചിക്കുക. അനിയൻ ബാവ ചേട്ടൻ ബാവ. ചേട്ടൻ ഭാവിയാണോ അനിയൻ ഭാവിയാണോ? അതോ അനിയൻ ഭാവ ചേട്ടൻ ഭാവിയാണോ? ഏതാണ്? അനിയൻ ബാവ ചേട്ടൻ ബാവ. Right answer. Yes. അവിടെ നിന്ന് ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സൈഡിൽ വരച്ച ചില സംഭവം ഒന്നുകൂടെ ഒന്ന് പറയൂ, അത് വ്യക്തമാക്കണം. കുപ്പി, അതെ, പാലിന്റെ കുപ്പി. ആ, അതാർക്ക്? അനിയന് വേണ്ടിയിട്ടുള്ള. നേരത്തെ കിലുക്കിയായിരുന്നു, ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മീശ വരയ്ക്കാൻ കാണിച്ച ബുദ്ധി അതിലാണോ കിട്ടിയത്? അതിലാണ് പിടിച്ചത് ചേട്ടനാണ് അല്ലെങ്കിൽ സീനിയർ ആണെന്നുള്ള ഫീൽ കിട്ടിയത്. എഞ്ചിനീയർ ആയത് വെറുതെക്കല്ല അല്ലെ, പക്ഷെ അതേ മൈൻഡ് റീഡിങ് ഇവിടെ ജയറാം സാറിനോട് കിട്ടി എന്നുള്ളതാണ്. ആ സൗഹൃദത്തിന്റെ അതിന്റെ നമ്മൾ പെട്ടുപോയി. യെസ്. അപ്പൊ എന്തായാലും 2 റൗണ്ടായിട്ട് ഉറയ്ക്കാൻ പറ്റാത്ത കാർഡ് ഇവിടെ ഇരുന്നിട്ട് അല്ലെ, ഉറയ്ക്കാനുള്ള ഫൈനൽ ചാൻസിൽ അത് കിട്ടിയിട്ടുണ്ട്. സാർ വന്നോളൂ. സോ 500. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിനിടയ്ക്ക് ആ ഉത്തരങ്ങൾ അറ്റംപ്റ്റില് പരാജയപ്പെടുമ്പോൾ വേണമെങ്കിൽ കാർഡ് മാറ്റാം. ഇതിനെ പഴിക്കായിരുന്നു അല്ലെ. അപ്പൊ കറക്റ്റ് എനിക്ക് തോന്നുന്നു 3rd റൗണ്ടിലെ ഫൈനൽ അറ്റംപ്റ്റിലെ 500 റുപ്പി. സോ 2250 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, പ്ലസ് 500 2650 രൂപയിലൂടെ. കൺഗ്രാറ്റുലേഷൻസ് അല്ലെ. അറ്റംപ്റ്റുകൾ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. 2650 രൂപയായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തീരുന്നില്ല സ്ക്രാച്ച് ആൻഡ് വിന്നിലെ സമ്മാന പെരുമഴ. സോ സൂര്യ കോമഡിയുടെ സ്പെഷ്യൽ കുറച്ച് സമ്മാനങ്ങൾ കൂടി ഞാൻ ഈ സമയം തരാൻ പോവാണ്. സോ റെഡി? തരട്ടെ? 3 റൗണ്ട് കഴിഞ്ഞല്ലേ? 3 റൗണ്ട് കഴിഞ്ഞു. സമയം പോയി തുടങ്ങില്ല അല്ലെ. സമയം 4 റൗണ്ട് കൂടി അവർ റെഡിയാണ്. കുക്കിംഗ് അറിയാത്തവർക്കും ഈസി ആയിട്ട് ടേസ്റ്റി കറികൾ വെക്കാൻ പറ്റും. ആൻഡ് ഗ്രേവി റൂട്ട്സിന്റെ ഒനിയൻ സ്പൈസിന്റെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് കൂടിയാണ്. അതെ, യാതൊരുവിധ കെമിക്കൽസും യൂസ് ചെയ്യാത്ത നിസാമ ഫുഡ്സിന്റെ സ്പെഷ്യൽ കഫേ പൾപ്പ് ഫാഷൻ ഫ്രൂട്ട് ആണ്. സോ നിങ്ങൾക്ക് ജ്യൂസ് ആയിക്കോട്ടെ, ഷേക്സ് ആയിക്കോട്ടെ, മൊയ്റ്റോസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനേക്കാൾ പുറമെയായിട്ട് തൃശ്ശൂർ, കാലിക്കറ്റ്, എറണാകുളം ജില്ലകളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ മികച്ച ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സുകൾ നിർമ്മാതാക്കളായിട്ടുള്ള നിള ഹെർബൽസിന്റെ സ്പെഷ്യൽ ഡെർമറ്റോളജി ടെസ്റ്റഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഈ സമയം നൽകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടി നിള ഹെർബൽസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഫൈനലി ലോകാമൃത് ബ്രഹ്മി ഹണിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. സോ ലാബ് ടെസ്റ്റഡ് ആണ്, നോ സൈഡ് എഫക്ട്സ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. സോ രണ്ടുപേർ ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ഹൈ ആവട്ടെ. സോ പറയുമ്പോൾ തന്നെ എനർജി വന്നു അല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ പുതിയ വിശേഷങ്ങൾ, പുതിയ കാഴ്ചകൾ, ഇനിയും അറിവും ഭാഗ്യവും സമ്മാനിക്കുന്ന രീതിയിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ ബൈ.